എൻ്റെ പെടലി ഓടിയണേ താഴെ ഇറക്കി വെക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് കറന്ന് കാറും. അപ്പം അത് മാറി നിൽക്കാൻ പറഞ്ഞു, ഈ പണിക്ക് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയും. അതായത് ഇരുന്ന് പവർ പോകും ആൾക്കാർക്ക്. നിങ്ങളുടെ സ്വഭാവം എന്താണോ അത് ദൈവികമല്ല എന്നുണ്ടെങ്കിൽ ഇരുന്ന് പവർ പോകും. അതുപോലെ തന്നെയാണ് ഇരുന്ന് പവർ കൂടുന്നത്. ഈ പ്രേക്ഷിത കണ്ട അവിടെ ഇരുന്ന് പവർ കൂടുകയാണ്. അധികാരം എന്ന് പറയുന്നതാണ് ആധ്യാത്മികതയുടെ ലക്ഷണമെന്ന് പറയുന്നത്. അത് ദൈവത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ദൈവത്തിന് വേണ്ടി ജീവിച്ച് കഴിയുമ്പോൾ നമ്മൾ ഉടമ്പടിയിൽ നല്ല അധികാരം ഉണ്ടാകേണ്ടതാണ് എല്ലാവർക്കും. ഉടമ്പടി നീലയും വെള്ളയൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അധികാരം ഉണ്ടാകുന്ന ചോദിക്കുന്നത് പിന്നെയും പേർക്കിടാവിൻ്റെ പരിചയം പറഞ്ഞുകൊണ്ട് വലിയമ്മമാർ വെള്ള ഉടമ്പടിയായിട്ട് വരികയാണ്. അപ്പം ഞാൻ ചോദിച്ചു, മകളെന്തേ ഈ പേർക്കിടാവിനൊരു അമ്മ ഉണ്ടല്ല, അവൾ ഇന്ന് ഇതിൽ പോയെന്ന് ഉദ്യോഗത്തിന് പോയിരിക്കുകയാണ്. അപ്പം അമ്മാമ്മയുടെ ഉടമ്പടിയിൽ പേരക്കിടാവിന് പരീക്ഷയ്ക്ക് പേപ്പറും കൊണ്ട് വന്നിരിക്കുകയാണ്. അമ്മ കാണാനില്ല. ആ പണ്ടാരെ എൻ്റെ അടുത്ത് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ചോദിക്കും കുമ്പസാരത്തിലത്തെ കൊല്ലമായെന്ന് ചോദിക്കും. ആ സാധനമൊന്നും അതിനില്ലത്. അതിങ്ങനെ ഉദ്യോഗം ചെയ്തുകൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് അമ്മയുടെ ഉടമ്പടി പോരണത് പോരട്ടെ പിന്നെ തൂമ്പാ പോലെ അനുഗ്രഹം വെട്ടിയെടുക്കണം അമ്മാമ്മനെ കൊണ്ട്. ഈ അമ്മാമ്മമാർക്ക് ഞങ്ങൾ ഉടമ്പടി കൊടുക്കാത്തതിൻ്റെ കാരണം ഇവർ ഇന്നല്ലെങ്കിൽ നാളെ പേരക്കിടാങ്ങളെ കാര്യം പറഞ്ഞുകൊണ്ട് വരും. അതാണ് പ്രശ്നം. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ഉടമ്പടിയിൽ പേരക്കിടാങ്ങൾക്ക് പ്രൊവിഷൻ ഇല്ല കേട്ടോ. അമ്മാമ്മമാർ ആരും ഒരിക്കലും പേരക്കിടാങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ട് വരരുത്. നിങ്ങളുടെ ഭർത്താവിൻ്റെ കാര്യം പറയാം. പേരക്കിടാങ്ങളെ പറയാതെ നിങ്ങളുടെ അതിന് അപ്പനും അമ്മയും ഉണ്ട്, നിങ്ങൾ അമ്മാമ്മയാണ് ഇല്ലേ? അത് എപ്പോഴും ഓർത്തേക്കണം. ഞങ്ങളിതെല്ലാം നോക്കിയാണ് ഈ വിഷയം ചെയ്തിരിക്കുന്നത്. ആധ്യാത്മികമായ വളർച്ച ഉറപ്പ് വരുത്തുന്ന രീതിയിലല്ല ക്രമീകരിക്കണം. അല്ലാതെ കൈ നനയാതെ മീൻ പിടിക്കാൻ ഒരു മക്കളെയും സമ്മതിക്കത്തില്ല. കാര്യം ഇവിടെ കൃപാസനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അടയാളങ്ങൾ എന്തിൻ്റെ അടയാളമാണ്? ദേവമാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അടയാളമാണ്. ആ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അടയാളം ആ പ്രത്യക്ഷീകരണത്തിൻ്റെ ശുശ്രൂഷയായ ഉടമ്പടി എന്ന് അവൻ പറയണ പോലെ ചെയ്യുമ്പോഴാണ് ദൈവം അത് ടേക്കപ്പ് ചെയ്യണത്. അവൻ പറയണ പോലെ ചെയ്യാത്ത ആൾക്കാർ എന്തിനാണ് അൾത്താറെ വരണത്? എപ്പോഴും നമ്മൾ ഓർത്തേക്കണം, ആൾത്താരെ നിങ്ങളെ കൊണ്ടുവരുന്നുണ്ട് ആൾക്കാരെ. ഞാൻ എൻ്റെ അകത്ത് ഒരാളെ മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ, ക്യാൻസർ രോഗികളാണ്. ക്യാൻസർ 4th സ്റ്റേജ് ആണെങ്കിൽ ഭാര്യയുടെ ഉടമ്പടിയിൽ അൾത്താറെ വരാം. അല്ലാത്ത ആർക്കും ആരുടെ ഉടമ്പടി അൾത്താറെ വരാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ധ്യാനകേന്ദ്രമായതുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉടമ്പടി കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഉടമ്പടിയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് പ്രത്യക്ഷീകരണത്തിൻ്റെ ശുശ്രൂഷയാണ്. പ്രത്യക്ഷീകരണത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയണത് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് അവൻ്റെ നാമത്തിൽ വളരുന്ന വ്യക്തികളാണ്. സുവിശേഷം കൊടുക്കാൻ വേണ്ടിയും ആധ്യാത്മിക അധികാരം പ്രാപിച്ചുകൊണ്ട് വളരാനുള്ളതാണ് ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ അടിസ്ഥാന ഉദ്ദേശം. അപ്പോൾ വളർച്ചയില്ലാത്ത ആൾക്കാരെ ഞാൻ കയറി കണ്ട കാര്യമുണ്ടാകും. അവർ വേറെ ധ്യാനകേന്ദ്രത്തിൽ പോകണം. ഇവിടെ ഇതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്. പ്രത്യക്ഷീകരണം ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ആ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കാൻ വേണ്ടി, അടയാളം കിട്ടാൻ വേണ്ടി ദൈവം ഈ ലോകത്ത് തന്നതാണ് ഉടമ്പടി. ആ ഉടമ്പടി എന്ന് പറയുന്നത് ദൈവം മനുഷ്യരാശിക്ക് നൽകിയിട്ടുള്ള 8850 വാഗ്ദാനങ്ങൾ പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള ദൈവിക സംവിധാനമാണ് ഉടമ്പടി. ഉടമ്പടി തന്നെയാണ് വാഗ്ദാനം, വാഗ്ദാനം തന്നെ ഉടമ്പടി. വാഗ്ദാനം പ്രാപിക്കുന്നത് ഉടമ്പടി ജീവിച്ചുകൊണ്ടാണ്. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. വാഗ്ദാനങ്ങൾ പ്രാപിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ദേവനാവേ നന്ദി. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആ ഉടമ്പടി പ്രയോഗത്തിൽ വരുമ്പോൾ, ആ പ്രയോഗത്തിൽ വരുന്നതിൻ്റെ
വിശ്വാസം എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മാർഗമാണ് പ്രാർത്ഥനയെന്ന് പറയുന്നത്. അതാണ് ആ പ്രാർത്ഥനയ്ക്ക് 25 പോയിൻ്റാണ് ഉള്ളത്. ബാക്കി ദൈവാനുഗ്രഹത്തിൻ്റെ അകത്ത് 25 പോയിൻ്റാണ് ഈ പ്രാർത്ഥനയ്ക്ക് കിട്ടുന്നത്. അത് നിങ്ങളെ പ്രാർത്ഥന നീട്ടിപ്പാടിയാലും കുറുക്കി പാടിയാലും ആവർത്തിച്ച് പാടിയാലും പോയിൻ്റ് 25. എന്താ കാര്യം? പ്രാർത്ഥനയ്ക്കുള്ള ഒരു പരാധീനത, അതുകൊണ്ട് ദൈവത്തിന് പ്രയോജനമില്ലെന്നുള്ളതാണ്. അത് മനസ്സിലാക്കണം മക്കളെ. നിങ്ങളെ ഇവിടെ ഇരുന്നുകൊണ്ട് 1000 വിശ്വാസപ്രമാണം ആവർത്തിച്ച് ചെല്ലുക, ദൈവത്തിന് എന്താണ് അതിനകത്ത് റിട്ടേൺസ്? ദൈവത്തിന് അതുകൊണ്ട് എന്താ പ്രയോജനം? അതാണ് വിഷയം. നിങ്ങളെ നാക്കെട്ടടിച്ച് നീട്ടിപ്പാടിയെന്ന് വിചാരിച്ചോ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു 3 മണിക്കൂർ ഭജന എടുത്തോ, അതുകൊണ്ട് ദൈവത്തിന് എന്താണ് പ്രയോജനം? അപ്പോൾ ദൈവത്തിന് പ്രയോജനം ഇല്ലാത്ത കാരണം തന്നെ പ്രാർത്ഥനയുടെ പോയിൻ്റ് 25 പോയിൻ്റായിട്ടാണ് ഇനി വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻ പ്രാർത്ഥന 1. രണ്ടാമത്തെ എന്താണ്? 45 പോയിൻ്റുള്ള ഒരു സാധനം അതിൻ്റെ അകത്തുണ്ട്. അതെന്താണത്? പ്രഖ്യാപനമാണ്. 45 പോയിൻ്റ്, 25 പോയിൻ്റാണ് പ്രാർത്ഥനയ്ക്കുള്ളത്. 45 പോയിൻ്റുള്ള ഒരു കാര്യം ഈ പ്രാർത്ഥനയ്ക്ക് ഉടമ്പടിയിലുണ്ട്. അതെന്താണ്? പ്രഖ്യാപനമാണ്. പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഖ്യാപനം എന്ന് പറയുന്നത് രക്ഷ പ്രാപിക്കുന്നതിന്, രക്ഷയെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ പ്രാപിക്കുന്നതിനുള്ള സിംഗിൾ വിൻഡോ ഓപ്പറേഷനാണ് പ്രഖ്യാപനം എന്ന് പറയുന്നത്. അത് യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. അപ്പം യേശു കർത്താവാണെന്ന് പറയണ അധരം കൊണ്ട് ഇപ്പം ഞാനിങ്ങനെ യേശു കർത്താവാണ് എന്ന് പറഞ്ഞിരിക്കുകയല്ല. അത് ആരോടാ പറയേണ്ടത്? കർത്താവിനെ അറിയാത്തവരോട് പറയണം. അതാണ് പ്രഖ്യാപനത്തിൻ്റെ പ്രശ്നം. റോമ 10:9 ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പൊ രക്ഷ പ്രാപിക്കാനുള്ള 2 വഴികളാണുള്ളത്. എന്തൊക്കെയാണത്? രക്ഷ എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തു. ആ വിഷയം. രക്ഷ എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവിനെ. അതറിയണമെങ്കിൽ ലൂക്കാ 2:30 വായിച്ച് ശ്രുതികട ഹല്ലേലൂയ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അപ്പം രക്ഷ എന്ന് പറയുന്നത് എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞെന്ന് ആരാണ്? ശമയോൻ ദീർഘദർശി ഉണ്ണിമിശിഹായെ കയ്യിലെടുത്ത് പറയുന്ന വാക്കാണ്. അപ്പം രക്ഷ ആരാണ്? ഈശോയാണ്. ഈ ഈശോയെ എന്താ മനുഷ്യൻ ചെയ്യണത്? രക്ഷ പ്രാപിക്കുകയാണ്, അല്ലേ? രക്ഷ പ്രാപിക്കുകയാണ്. രക്ഷ പലതരത്തിൽ പ്രാപിക്കാം. ഈ ക്രിസ്തുവിനെ പലതരത്തിൽ പ്രാപിക്കാം. അത് ബോഡിയിൽ പ്രാപിച്ച ക്രിസ്തു ശക്തി ആയതുകൊണ്ട് സൗഖ്യമായിട്ട് നമുക്ക് മാറും. അത് ഇതുപോലെ ജീവിത മണ്ഡലങ്ങളിൽ പ്രാപിക്കാം. ക്രിസ്തു ശക്തി ആയതുകൊണ്ട് അത് അനുഗ്രഹമായിട്ട് മാറും. ജോലി, വീട്, വിവാഹം, അങ്ങനെ പോവുക സംഭവം. ഇനി ക്രിസ്തുവിനെ മറ്റ് വ്യക്തികളിലേക്ക് പ്രാപിക്കാം. അതെങ്ങനെയാണ്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം. ഏറ്റുപറയുന്ന വിഷയങ്ങൾ എപ്പോഴും ഓർത്തേക്കണം. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുമ്പോൾ ആരോടാണ് ഏറ്റുപറയണത്? മനുഷ്യന്മാരോട് പറയണം യേശു കർത്താവാണെന്ന്. മനസ്സിലായില്ലേ? ഏറ്റുപറയുന്ന എല്ലാത്തിനും ഒരു സമൂഹം ഉണ്ടാവും. ഏറ്റുപറയുന്ന എല്ലാത്തിനും ഒരു സമൂഹം ഉണ്ടാവും. സമൂഹത്തിന് മുന്നിൽ നമ്മൾ പറയണത് യേശു കർത്താവാണെന്ന്. അതാണ് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയണമെന്ന് പറഞ്ഞത്. 10:32 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 10:32. മത്തായി 10:32. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്നെ ഏറ്റുപറയുന്നവരെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. അപ്പൊ ഏറ്റുപറച്ചിൽ മനസ്സിലായില്ലേ? റോമ 10:9 രക്ഷ പ്രാപിക്കാൻ വേണ്ടിയുള്ള ഫോർമുല ഏറ്റുപറച്ചിലാണ്. എന്താണ് ഏറ്റുപറയേണ്ടത്? യേശു ഇപ്പൊ മത്തായി 10:12-32 പറയണത്